ഒരു വിഭാഗം ആൾക്കാരെ കൊലയ്ക്ക് കൊടുത്തിട്ട് സർക്കാർ മുന്നോട്ട് കൊണ്ടുവച്ച കൊണ്ടുപോയിക്കോട്ടെ. ഇതിപ്പോ പ്രിയദർശിനി വന്നതോടുകൂടി 90% ജീവൻ പോയി കിടക്കുക. സർക്കാർ അവിടുന്ന് ഇവിടുന്ന് ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ KSRTCക്ക് കൊടുക്കുക. ചേട്ടാ, പുതിയ പ്രിയദർശിനി സിസ്റ്റം കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കേരളത്തിൽ ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രിയദർശിനി സംവിധാനം ഉണ്ടല്ലോ, അത് കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകാരുടെ ഒന്നടങ്കം കുഴി തോണ്ടാനുള്ള ഒരു പരിപാടിയാണ്. സ്ത്രീകൾക്ക് മുഴുവൻ ഇപ്പോൾ പ്രിയദർശിനി ബസ്സിൽ സൗജന്യമായിട്ടാണ് യാത്ര അനുവദിക്കുന്നത്. അതിൻ്റെ പേരിൽ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ മുഴുവൻ കട്ടപ്പുറത്ത് കയറ്റേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഓണർമാർ ഈ ബസ് പ്രസ്ഥാനം നിർത്തിക്കഴിഞ്ഞാൽ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികളുണ്ട്. ഒരു ബസ്സിൽ മിനിമം 3 തൊഴിലാളികൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളെല്ലാം അനാഥമായിട്ട് പോകാനുള്ളൊരവസ്ഥ ഈ സർക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരിന് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ജനങ്ങളുണ്ട്. ഈ തൊഴിലാളികൾ ഈ സർക്കാരിന് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ടുണ്ട്. അവരുടെ അന്നം മുട്ടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കച്ചവടം പൊതുവെ കുറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡിലോട്ട് ഇപ്പോൾ ആൾക്കാരും വരുന്നില്ല. എല്ലാവരും KSRTC ബസ്സിനെ ആശ്രയിച്ചാണ് പോകുന്നത്. പ്രൈവറ്റ് ബസ്സിൽ ആളില്ല. അടൂർ പത്തനംതിട്ട റൂട്ടിലൊക്കെ പോകുന്ന ബസ്സിനകത്താണെങ്കിൽ 1-2 ആൾക്കാരാണ് പോകുന്നത്. ഞങ്ങൾക്ക് കച്ചവടം ഇവിടെ ഇല്ല. പൊതുവെ ഇവിടെയുള്ള എല്ലാ കച്ചവടക്കാർക്കും കച്ചവടമില്ല, ആൾ സ്ഥിരമില്ല. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതിസന്ധിയാണ്. ഇതുകൊണ്ടിപ്പം നേട്ടം ആർക്കാണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഞങ്ങളെല്ലാവരും നഷ്ടത്തിലാണ്. ഈ പ്രൈവറ്റ് ബസ്സും നഷ്ടത്തിലാണ്, ഞങ്ങളെപ്പോലുള്ള ബിസിനസ്സുകാരും നഷ്ടത്തിലാണ്. ഒത്തിരിയും കടകളിലൊക്കെയാണ് സ്റ്റാഫുകളെയൊക്കെ പറഞ്ഞു വിട്ട അവസ്ഥ വരെയുണ്ട്. അതുപോലെ ഇന്നിപ്പോൾ അപ്പുറത്തൊരു കട അടച്ചിട്ടേക്കുക. ഒന്നുമില്ല, കച്ചവടമേ ഇല്ല. 100-150 രൂപയൊക്കെയാണ് വിൽക്കുന്നത്. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496200200, 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCസിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCസിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.